ആയിരിക്കും കൂടുതൽ. അവരിൽ ചിലർ ടെക്നിക്കലി അവർക്കൊരു എക്സ്പെർട്ടൈസ് ഉണ്ടാവും, വൈദഗ്ധ്യം ഉണ്ടാവും ടെക്നിക്കലായി. പക്ഷെ അവർക്ക് മാനേജ്മെന്റിനെ കുറിച്ചോ അവർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചോ അവർക്ക് വൈദഗ്ധ്യം ഉണ്ടാവില്ല. അപ്പൊ ഗവൺമെന്റ് ഒരു മാനേജ്മെന്റ് മെന്ററിനെ പ്രൊവൈഡ് ചെയ്യണം. ചിലർ വരുന്നത് മാനേജ്മെന്റും അറിയാം, മാർക്കറ്റിംഗും അറിയാം, പക്ഷെ ടെക്നിക്കൽ സൈഡ് വീക്കായിരിക്കും. അപ്പോൾ ഗവൺമെന്റ് അവർക്ക് ഒരു ടെക്നോ മെന്ററിനെ കൊടുക്കണം. ടെക്നോ മെന്ററിനെയും മാനേജ്മെന്റിനെയും റിവോൾവിംഗ് ഫണ്ടും കൊടുത്ത് ആ സംരംഭങ്ങളെ സൂക്ഷ്മതയോടുകൂടി ഒരു ഗാർഡിയന്റെ ഉത്തരവാദിത്തോടു കൂടി ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യണം. സാർ, നിരവധി പദ്ധതികൾ നമുക്ക് തുടങ്ങാൻ പറ്റും. നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കും അനുസരിച്ചുള്ള നിരവധിയായ പദ്ധതികൾ നമുക്ക് കേരളത്തിൽ തുടങ്ങാൻ പറ്റും. ആ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ ഉണ്ടാകണം. ഗവൺമെന്റ് ഒന്നും ഈ ബിസിനസ് ചെയ്യാൻ പോകുന്നില്ല, ഒരു തെറ്റും വേണ്ട, അത് പഴയ കാലമാണ്. ഗവൺമെന്റ് ഒരു ഫെസിലിറ്റേറ്ററുടെ റോളായിരിക്കും ചെയ്യുന്നത്. ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ വിത്തിൻ 3 to 5 years തിരിച്ച് ഗവൺമെന്റിലേക്ക് വരണം. ഗവൺമെന്റ് അല്ല ബിസിനസ് റൺ ചെയ്യുന്നത്. ബിസിനസ് റൺ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സാണ്. അത് അവർക്ക് ആവശ്യമായ റെഗുലേഷൻസ് നടത്തി നമുക്ക് വളരെ ലളിതവൽക്കരിച്ച് ഒരു സംരംഭം തുടങ്ങാൻ കേരളത്തിൽ വന്നാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള പഴയ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ചിന്താഗതി മാറ്റി കേരളത്തിൽ എല്ലാവരും ചേർന്ന് അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. അതിനുള്ള ഒരു ഇക്കോസിസ്റ്റം കേരളത്തിലുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം. നമുക്ക് 2-3 സംരംഭങ്ങൾ തുടങ്ങിയാൽ ആ മെസ്സേജ് കേരളത്തിന് പുറത്തേക്ക് പോവും. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയേ നമുക്ക് മതിയാവും. ആ MSME സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അത്തരം സമീപനമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. സർ, ഇവിടെ വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്, കാലഹരണപ്പെട്ട കോഴ്സുകളാണ്. ഞാൻ പഠിക്കുമ്പോൾ 90% മാർക്കുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ചില കോഴ്സുകൾ ഇപ്പോഴും പഠിപ്പിക്കുകയാണ്. ആ കോഴ്സുകൾ ഔട്ട്ഡേറ്റഡ് ആണ്, ഒരാവശ്യമില്ല. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിയില്ല. അതുകൊണ്ടാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. നമുക്ക് ലോകത്തിലെ തൊഴിൽ രംഗം മാറുന്നതനുസരിച്ച് അതനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള കരിക്കുലം ചേഞ്ച് വേണം. നമുക്ക് പുതിയ കോഴ്സുകൾ ഉണ്ടാകണം. ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള കോഴ്സുകൾ ഉണ്ടാകണം. ഇന്ന് വളരെ വേഗത്തിലാണ് തൊഴിൽ മേഖല മാറുന്നത്. ഇന്നുണ്ടാകുന്നൊരു തൊഴിൽ 4 കൊല്ലം കഴിഞ്ഞാൽ ഇല്ല, അവിടെ ക്ലോസ്ഡ് ആവുകയാണ്. പക്ഷെ വേറൊരു സ്ഥലത്ത് വേറൊരു ഓപ്പണിംഗ് ഉണ്ടാവുകയാണ്. സ്കില്ലായിട്ടുള്ള ഒരു വർക്കർക്ക് പെട്ടെന്ന് ജോലി ഇല്ലാതാവുകയാണ്. അയാളെ നമ്മൾ റീസ്കില്ല് ചെയ്ത് അതിനെ അയക്കണം. ഇതാണ് ലോകത്തെ തൊഴിൽ രംഗം. ആ തൊഴിൽ രംഗത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് കരിക്കുലത്തിൽ ചേഞ്ച് വരുത്തണം. ബാക്കിയുള്ള തൊഴിൽ മേഖലകളിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലും പുറത്തും അവർക്ക് തൊഴിലവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത്. സർ, അതുപോലെ തന്നെ അതിശക്തമായൊരു നിലപാട് നമ്മളെ മയക്കുമരുന്നിനെതിരായി സ്വീകരിക്കണം. കേരളം കൂടി തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ആഭ്യന്തര വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും എല്ലാം നേതൃത്വത്തിൽ നമ്മൾ ആരംഭിക്കുന്നത്. സർ, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. വന്യജീവികളും മനുഷ്യരുമായിട്ടുള്ള സംഘർഷമുണ്ട്. ഇന്നിവിടെ പലപ്പോഴും ചർച്ച ചെയ്തു. നമുക്കതിന് സത്വരമായ നടപടികൾ സ്വീകരിക്കണം. നമുക്ക് പരമ്പരാഗതമായ മാർഗങ്ങളുണ്ട്, ഇല്ലേ? ഫെൻസിംഗ് ഉണ്ട്, ബയോ ഫെൻസിംഗ് ഉണ്ട്, കിടങ്ങുകൾ കുഴിക്കലുണ്ട്, ഒരുപാട് മാർഗങ്ങളുണ്ട്. തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുമായി അതിന്റെ അലോക്കേഷൻസ് ഒക്കെ വളരെ കുറവാണ്. അത് ചെയ്യണം. അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ മൃഗങ്ങളെ മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കാത്ത തരത്തിൽ, ജീവനെ ബാധിക്കാത്ത തരത്തിൽ, കൃഷിയെ ബാധിക്കാത്ത തരത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ ഗവൺമെന്റ് ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കും എന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പു നൽകുന്നു. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് സാധാരണ മനുഷ്യരെ, പാവപ്പെട്ടവരെ, കർഷകരെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും രക്ഷിക്കാനുള്ള അതിശക്തമായ നടപടികൾ ഉണ്ടാകും. നമ്മുടെ പൊതുജനാരോഗ്യ മേഖല നമുക്ക് ശക്തിപ്പെടുത്തണം. പൊതുജനാരോഗ്യം, ക്യാൻസർ കെയർ, മാതൃശിശു ആരോഗ്യം, വയോജനങ്ങളുടെ ആരോഗ്യം, മാനസികാരോഗ്യം എന്നിവ ഉറപ്പുവരുത്തണം. ചികിത്സാ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രത്യേകമായ പരിഗണന കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സർ, ഭൂമി പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഭൂമി പ്രശ്നങ്ങളുണ്ട്.
ആളുകൾ പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലെല്ലാം ആളുകൾ പ്രയാസപ്പെടുകയാണ്. പട്ടയങ്ങൾ കൊടുത്തിട്ട പട്ടയങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്.